നിലമ്പൂര് നാളെ വിധി എഴുതും. ഇന്നലെ കലാശക്കൊട്ടിൽ കണ്ട ആവേശം അതുപോലെ പ്രതിഫലിക്കുകയാണെങ്കിൽ എം സ്വരാജ് വിജയിക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് എം സ്വരാജ് വിജയിക്കുമെന്ന് ഇയാൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ജനപിന്തുണയും സാധാരണ മനുഷ്യരുമായി സംസാരിച്ചപ്പോഴും മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് തരത്തിലുള്ള അടിയൊഴുക്കാണ് നടക്കുന്നത്. ഒരു അടിയൊഴുക്കുമില്ലാതെ കൃത്യമായി പോൾ ചെയ്യാൻ സാധ്യതയുള്ള വോട്ടുകൾ എം സ്വരാജിൻ്റേത് മാത്രമാണ്. അതുകൊണ്ടാണ് എം സ്വരാജ് വിജയിക്കുമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നത്. ആര്യടൻ ഷൗക്കത്ത് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് UDF അവകാശം ഉന്നയിക്കുമ്പോഴും വി പ്രകാശ് എന്ന DCC പ്രസിഡന്റിന്റെ ആത്മാവും നിലമ്പൂരിൽ കോൺഗ്രസ് ആഫീസ് വൃത്തിയാക്കാൻ നടന്ന രാധ എന്ന യുവതിയുടെ ആത്മാവുമൊന്നും ഈ ആര്യടൻ ഷൗക്കത്തിനോട് അത്ര പെട്ടെന്ന് പൊറുക്കുമെന്ന് തോന്നുന്നില്ലെന്ന് നിലമ്പൂരിലെ ജനം പറയുന്നു. അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് 2016-ലും 2021-ലും ഒക്കെ നിയമസഭയിലേക്ക് ആഗ്രഹിച്ചിട്ട് 21-ൽ സ്ഥാനാർത്ഥിത്വം പോലും ലഭിച്ചില്ല. 2016-ൽ നിന്നിട്ട് 8 നിലയിൽ പൊട്ടുകയും ചെയ്തത് എന്ന് ആളുകൾ പറയുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. വി പ്രകാശ് ജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പായിരുന്നു 2021-ലേത്. PV അൻവർ അവിടെ 2700 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. വി പ്രകാശ് ഒരു പക്ഷേയെങ്കിൽ ഈ ആര്യടൻ ഷൗക്കത്തിന്റെ കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ കാലുവാരലും ഇല്ലാതിരുന്നുവെങ്കിൽ വി പ്രകാശ് ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ജയിക്കും, അതിന് യാതൊരു തർക്കവുമില്ലായിരുന്നു എന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. പിന്നെ ഈ VS ജോയി എന്ന് പറയുന്ന ആൾ ചുമ്മാതിരിക്കുമോ? ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പുള്ളി അവിടെ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ പുള്ളിക്ക് അവിടെ സീറ്റ് ലഭിക്കുമെന്നായിരുന്നല്ലോ അവസാന നിമിഷം വരെയുമുള്ള പ്രതീക്ഷ. അപ്പോൾ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വിജയം ആര്യടൻ ഷൗക്കത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് അപകടമാകുമെന്ന് DCC പ്രസിഡന്റായ ചെറുപ്പക്കാരനും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആ DCC പ്രസിഡന്റ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും കുറെ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും കുറെ കാര്യം ചെയ്ത വ്യക്തിയുമാണല്ലോ. സോഷ്യൽ മീഡിയ പുലിയാണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ വാദിക്കുന്നത്. എങ്കിൽ പോലും ഈ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ VS ജോയിയുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ VS ജോയിയുടെ ആളുകൾ ആര്യടൻ ഷൗക്കത്തിന് വോട്ട് കൊടുക്കുമോ എന്ന കാര്യത്തിലും കോൺഗ്രസിന് തർക്കമുണ്ട്. അങ്ങനെ അടിയൊഴുക്ക് ഇങ്ങനെയാണ് ബാധിക്കുന്നത്. ഒന്ന്, വി പ്രകാശിനെ കാലുവാരിയ ആര്യടൻ ഷൗക്കത്ത്, രാധയുടെ ആത്മാവ്, പിന്നെ ഈ VS ജോയി, പിന്നെന്താണ് ഈ അഭിനയം, പൊറാട്ട് നാടകങ്ങളും അഭിനയവും ഒക്കെ നാട്ടുകാർ കണ്ടതാണല്ലോ. ഈ 10ാം ക്ലാസ്സിലെ കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ മുതലെടുക്കാൻ വന്ന് മുതലക്കണ്ണീർ പൊഴിക്കുകയും പിന്നീട് തൻ്റെ അനുയായിയാണ്, തൻ്റെ ഇഷ്ടക്കാരനാണ് കേസിലെ പ്രതിയെന്നറിഞ്ഞപ്പോൾ പടയെന്ന് ഷട്ടപ്പ്, അതായത് മൗനം പാലിക്കുകയും ചെയ്ത ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുസ്ലിം സമുദായത്തിനും അറിയാം. അതുമാത്രമല്ല, ഇപ്പോൾ ചങ്ങാത്തം കൂടിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള ഇടപെടൽ, മുസ്ലിം ലീഗുമായിട്ടുള്ള ഇടപെടലൊക്കെ ആളുകൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ടുള്ള ആ സ്ഥലത്ത് ആര്യടൻ ഷൗക്കത്തിൽ നിന്ന് കിട്ടേണ്ട വോട്ടുകൾ ചോർന്നു പോകും എന്ന വിലയിരുത്തലാണ് നാട്ടുകാർ നൽകുന്നത്. അതുമാത്രമല്ല, ഷൗക്കത്തിന് ലഭിക്കാനുള്ള ഭൂരിഭാഗം വോട്ടും PV അൻവർ സ്വായത്തമാക്കുകയും ചെയ്യും. കാരണം PV അൻവറും ആര്യടൻ ഷൗക്കത്തും ആ കുടുംബവുമായി ആജന്മ ശത്രുതയുണ്ട്. PV അൻവർ നാഴികയ്ക്ക് 40 വട്ടം UDFനോട് പറഞ്ഞതാണ് ഇയാളെ നിർത്തരുത്, ആര്യടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ്. അത് വ്യക്തിപരമായ ശത്രുത ഒന്നുണ്ട്, പിന്നെ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിർത്തരുത് എന്നൊക്കെ PV അൻവർ പറഞ്ഞു. അവസാനം VD സതീശൻ PV അൻവറിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആര്യടൻ ഷൗക്കത്തിനെ തന്നെ നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് PV അൻവറിന് ഇതൊരു വലിയ പൊരിഞ്ഞ പോരാമട്ടമാണ്, ഒരു തീക്കളിയാണ്. തൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ് എന്ന് PV അൻവറിനറിയാം. അവിടെ ഒരു 50,000 വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ, ആര്യടൻ ഷൗക്കത്ത് ജയിച്ചു പോവുകയാണെങ്കിൽ താൻ പറഞ്ഞു വന്ന ഈ നിലമ്പൂരിൽ പറഞ്ഞു വന്ന രാഷ്ട്രീയം വിലപ്പോവില്ല എന്ന് PV അൻവറും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് PV അൻവറും ആര്യടൻ ഷൗക്കത്തിനെതിരെ ചരടുവലി നടത്തുന്നുണ്ട്. വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇന്നലെ കൊട്ടിക്കലാശത്തിന് പങ്കെടുത്തില്ലെങ്കിലും വീടാന്തരം കയറി കാശാണോ നോട്ടാണോ സമ്മാനങ്ങളാണോ PV അൻവർ കൊടുത്തത്, വാഗ്ദാനങ്ങളാണോ കൊടുത്തത് എന്നൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടി ഇരിക്കുന്നു എന്ന് അവിടുത്തെ ജനം പറയുന്നുണ്ട്. കാരണം കാശ് വാരി എറിഞ്ഞാൽ PV അൻവർ വിജയിക്കുമെന്ന് അന്നാട്ടുകാർക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള നീക്കങ്ങളും PV അൻവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വയ്ക്കണ്ട എന്നാണ് നിലമ്പൂരിലെ ജനവും പ്രത്യേകിച്ച് കോൺഗ്രസും UDFും കരുതുന്നത്. ഇതിനിടയിൽ VD സതീശൻ ഉണ്ടാക്കിയ കുറെ കുത്തിത്തിരിപ്പുകൾ UDFന് തന്നെ ബാധ്യതയാവുകയും ചെയ്തു. ലീഗ് പോലും VD സതീശനെ തള്ളിപ്പറയുന്ന
അവസ്ഥയും ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആര്യടൻ ഷൗക്കത്തല്ല, അവിടെ വിജയിക്കാൻ പോകുന്നത് എം സ്വരാജാണ്. കാരണം രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. ഇനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതാണ് LDF ചെയ്യുന്നത്, LDF ഇത് എന്താണ് ഇങ്ങനെയാണ് എന്നൊക്കെ വ്യാജ പ്രചരണങ്ങൾ, അതും എല്ലാം പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു RSSുമായി ചങ്ങാത്തമെന്ന്. അതിനും എം സ്വരാജ് കൃത്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കേട്ടാൽ ഉടനെ എടുത്തു വെച്ച് അങ്ങനെ അങ്ങ് കൊടുക്കലല്ല, അതിനകത്തുള്ള രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്ന് എം സ്വരാജ് പറഞ്ഞു. ജനതാ പാർട്ടിയുമായി CPM സഖ്യം ചേർന്നിട്ടുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ RSS ബാന്ധവമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുമായി ഒരിക്കലും CPM സൗഹൃദം കൂടിയിട്ടില്ല, ഒരിക്കലും ചങ്ങാത്തം കൂടിയിട്ടില്ല എന്ന് സ്വരാജ് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി ആ അധ്യായത്തിന്റെയും ചീട്ട് കീറിപ്പോയി. അങ്ങനെ ഓരോരോ അമ്പുകൾ എഴുതപ്പോൾ എല്ലാ അമ്പുകളെയും പ്രതിരോധിച്ച് സ്വരാജ് കൃത്യമായ വിജയത്തിന്റെ അവസാനത്തെ ആ ഫിനിഷിംഗ് പോയിന്റിൽ, ഒന്നാം സ്ഥാനത്തെത്തുന്ന ഫിനിഷിംഗ് പോയിന്റിൽ സ്വരാജ് തന്നെ മുന്നേ ഓടിക്കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അത് നാളെ ജനം വിധി എഴുതുമ്പോൾ കുറച്ചുകൂടി സ്പഷ്ടമാകും. NDAക്ക് പിന്നെ അവിടെ യാതൊന്നും ഇല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാമല്ലോ. എങ്കിലും ഒരു 8000-ഓളം വോട്ട് അവർ പിടിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനി ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായതുകൊണ്ട് ക്രൈസ്തവ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ വരും എന്നൊക്കെയുള്ള BJPക്കാരുടെ പ്രതീക്ഷയും ആശങ്കയും അതൊന്നും അവിടെ പ്രതിഫലിക്കില്ല. അവിടെ UDF സ്വന്തം കുഴി തോണ്ടി ആ കുഴിക്കകത്ത് വീണു. അടുത്ത് ഈ NDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇനിയുള്ളത് PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. PV അൻവർ കുറേയധികം വോട്ട് പിടിക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു വോട്ടും ചോർന്നു പോകാതെ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്നത് എം സ്വരാജിന് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എം സ്വരാജാകും നിലമ്പൂരിൽ വിജയിക്കുക.